കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം അടഞ്ഞുതന്നെ. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പൂട്ടിക്കിടക്കുന്നത്. നഗരത്തിലെത്തുന്ന വനിതകൾക്ക് വിശ്രമിക്കാനൊരിടമെന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് നഗരസഭാ അധികൃതർ വിശ്രമകേന്ദ്രം നിർമ്മിച്ചത്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം 18.88 ലക്ഷം ചെലവഴിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടമെന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീടത് വനിതാ വിശ്രമ കേന്ദ്രമായി മാറ്റുകയായിരുന്നു. 15 മാസങ്ങൾക്ക് മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യാണ് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമകേന്ദ്രം, ലഘുഭക്ഷണം, ശൌചാലയം, അമ്മമാർക്ക് മുലയൂട്ടാനുള്ള ഇടം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ ഇവർക്ക് തന്നെ കൃത്യമായ ധാരണയുമില്ല. വെള്ളവും വെളിച്ചവും തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ചുവരുകൾക്ക് ചായം പൂശി മോടി പിടിപ്പിച്ചാണ് കെട്ടിട ഉദ്ഘാടനം ചെയ്തതെന്ന പരാതിയുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി എത്രയും വേഗം വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്രമ കേന്ദ്രം കുറേ നാളായിട്ട് അത് ഇങ്ങനെ അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൂരെ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്കെല്ലാം ചില സമയങ്ങൾ ഇപ്പോൾ കുട്ടികളെല്ലാം കൊണ്ടുവരുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അത് ഒരു ഓപ്പൺ ആയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്കെല്ലാം അത് വളരെ ഒരു ഉപകാരമായിരുന്നു. അത് ഇപ്പോൾ നമുക്ക് പ്രവർത്തിച്ച് കിട്ടിയിരുന്നെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ഒരു നടപടി എല്ലാവരും എടുക്കണമെന്ന് പ്രത്യേകമായിട്ടൊന്ന് അറിയിക്കുന്നു. കത്തുന്ന ചൂടിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് പ്രയോജനകരമാകുന്ന കെട്ടിടമാണ് ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥ മൂലം അടഞ്ഞുകിടക്കുന്നത്. ഇത് എന്ന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് വ്യക്തതയില്ലാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.